ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലേക്ക് തെരുവ് പട്ടിയുടെ ശല്യമുണ്ടോ? വീട്ടിൽ സിറ്റ് ഔട്ടിലൊക്കെ പട്ടി കയറി കിടക്കുന്നൊരവസ്ഥ. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക വീടിൻ്റെ ഒരു സ്റ്റൈലായിരിക്കും അല്ലേ, ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ട്, നല്ല നീളത്തിലുള്ള സ്റ്റെപ്പും അതേപോലെ തന്നെ ഗ്രില്ലൊന്നും ഇടാതെ ഓപ്പൺ ആക്കി ഇട്ടേക്കുന്ന സിറ്റ് ഔട്ടുകളായിരിക്കും ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളും അല്ലേ. അപ്പോഴത്തേക്കും ഈ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പട്ടിയൊക്കെ രാത്രി ഭയങ്കര പട്ടി ശല്യമായിരിക്കും അല്ലേ. തെരുവിലൊക്കെ അലഞ്ഞിടക്കുന്ന, ഇപ്പോൾ പട്ടിയെ കൊന്നാൽ തന്നെ നമുക്ക് ശിക്ഷ കിട്ടുന്ന രീതി ആയതുകൊണ്ട് പട്ടിയെ കൊല്ലാറും ഇല്ല ആരും. പക്ഷേ ഈ പട്ടി കൊണ്ടുള്ള ശല്യം നമുക്ക് വളരെ ശല്യമാണല്ലേ. വന്ന് കിടക്കുന്നത് പോരാഞ്ഞിട്ട് എന്തെങ്കിലും ജീവിലേക്ക് അടിച്ച് കൊണ്ട് കയറി സിറ്റൗട്ടിലൊക്കെ ഇടുകയും അതേപോലെ മലമൂത്ര വിസർജനമൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് വലിയ ശല്യമാണല്ലേ പട്ടിയെ കൊണ്ട്. അപ്പോൾ പട്ടി നമുക്ക് കൊല്ലാൻ നിയമമില്ല, പക്ഷേ നമുക്ക് പട്ടി അകറ്റി നിർത്താൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായി കാണാം. ഫസ്റ്റ് ടിപ്പ് കുരുമുളക് കൊണ്ടാണ് കേട്ടോ. കുരുമുളക് പൊടി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലേ, ഇതിൽ കൂടി കുറച്ച് കടുകെണ്ണ കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അത് പഞ്ഞിയിലോ തുണിയിലോ ഒക്കെ ആക്കിയിട്ട് ഈ മിക്സി കൂടി നമ്മൾ ഈ ഒരു പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ ഇട്ടിട്ട് രാത്രി സമയത്ത് നമ്മുടെ സ്റ്റെപ്പിൻ്റെയൊക്കെ ഓരോ സൈഡിലും മൂലയിലൊക്കെ ഈ തുണി കൊണ്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ രൂക്ഷഗന്ധം നമുക്ക് ചിലപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗന്ധങ്ങളൊക്കെ പട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്തു വെക്കണം കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിലുള്ള കാന്താരി മുളകോ പച്ചമുളകോ ഒക്കെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് അത് നമ്മുടെ സ്റ്റെപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അതേപോലെ തന്നെ മുളക് പൊടി അത് ഏറ്റവും താഴത്തെ സ്റ്റെപ്പിലൊക്കെ ഒന്ന് വിതറി കൊടുക്കുന്നതൊക്കെ പട്ടിയെ അകറ്റി നിർത്താൻ, അതിൻ്റെ ആ എരിയുള്ളൊരു സ്മെല്ല് പട്ടിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ പട്ടിയെ അകറ്റി നിർത്താൻ ഇതും സഹായിക്കും. അടുത്ത ടിപ്പ്, നമ്മളെ വീട്ടിലൊക്കെ ഡെറ്റോൾ കാണും അല്ലേ. അപ്പോൾ ഈ ഡെറ്റോൾ കൊണ്ടുപോകുക, അല്ലെങ്കിൽ തന്നെ ഫിനോയിൽ, ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇത് രണ്ടും ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ സിറ്റ് ഔട്ടൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ രാത്രി ഒന്ന് കുഴഞ്ഞു കൊടുക്കാനോ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആ രൂക്ഷമായ ഗന്ധവും പട്ടിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാവില്ല. അടുത്ത ടിപ്പ്, വിനീഗർ കൊണ്ടാണ്. നമ്മളെ വീട്ടിലൊക്കെ വിനാഗിരി കാണും അല്ലേ. ഈ വിനാഗിരി കുറച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക, അതിലോട്ട് കുറച്ച് നാരങ്ങ നീരും, അതും ഇല്ലെങ്കിൽ നമ്മളെ ഓറഞ്ചിൻ്റെ തോടായാലും മതിയാവും കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്താക്കിയിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് രാത്രി കാലങ്ങളിൽ തിളച്ച് കൊടുക്കുകയാണെങ്കിൽ പട്ടി അകറ്റി നിർത്താനും ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് കർപ്പൂരം വെച്ചാണ്. കർപ്പൂരം നമ്മളെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും കാണാൻ ചാൻസ് ഉള്ളതാണ് അല്ലേ. ഇപ്പം വിളക്ക് കത്തിക്കുന്നവർ മാത്രമല്ല, നമ്മളെ വീട്ടിൽ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് കർപ്പൂരം ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ ഈച്ചയൊക്കെ ഓടിക്കാൻ നമുക്ക് കർപ്പൂരം കൊണ്ട് വീട് തുടയ്ക്കുന്നതൊക്കെ നല്ലതാണ് അല്ലേ. അപ്പം കുറച്ച് കർപ്പൂരത്തിൻ്റെ കട്ടകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് കട്ടണൊക്കെ തന്നെ ഇരിക്കുന്നത് കുഴപ്പമില്ല. ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ. നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കാൻ പാടില്ല, അതേപോലെ തന്നെ പച്ച വെള്ളം എടുക്കാൻ പാടില്ല. അത് തിളച്ച വെള്ളം തന്നെ ഇതിന് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഞാൻ ഈ ബക്കറ്റിലോട്ടൊന്ന് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കാം. ഈ ചൂടുവെള്ളത്തിലാകുമ്പോഴത്തേക്ക് അത് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും കേട്ടോ. അതിൻ്റെ ആ സ്മെല്ലൊക്കെ ചൂടുവെള്ളത്തിലാകുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ അതിലോട്ടൊന്ന് അരിഞ്ഞ് വരും. ആ കർപ്പൂരം വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ സ്മെല്ലാണ്. ഇനി നമുക്ക് ആ സ്മെല്ലിന് കുറച്ചുകൂടി എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തറ തുടയ്ക്കുന്ന ഒരു ലോഷനാണ് കേട്ടോ. ആര്യവേപ്പിൻ്റെയൊക്കെ ഇതടങ്ങിയതാണ്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ചുകൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ആ സ്മെല്ലിന് കുറച്ചും കൂടി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളൂ. അപ്പം ഇത് നമുക്കൊരു വടിയുണ്ട്, ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞാൽ തിളച്ച വെള്ളമാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ടും ഇത് നല്ലതുപോലെ അങ്ങ് പൊടിഞ്ഞ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അത് മിക്സായി വരാത്തത്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് തണുക്കാൻ വേണ്ടി വയ്ക്കുക. ആ സ്മെല്ലിങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കുന്നത് കേട്ടോ. വെള്ളമൊക്കെ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് ഒരു 6-6:30 മണി അല്ലെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ നല്ല വെട്ടസമയത്താണ് തളിച്ചത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ചൂടൊന്ന് ആറുമ്പോഴത്തേക്കും ഒന്ന് തളിച്ചു കൊടുക്കുക. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത്. അടച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ആ സ്മെല്ല് പോവാതെ അതിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്കും ആ ഒരു സ്മെല്ല് നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ പട്ടിക്ക് ഈ ഒരു സ്മെല്ല് ഒട്ടും തന്നെ പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്നിട്ട സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ പട്ടികൾ വന്ന്
കയറാറുണ്ട്. ഇതേപോലെ അടച്ചിട്ടാണ് കേട്ടോ നമ്മൾ രാത്രി സമയത്തും പകൽ സമയത്തൊക്കെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് വെച്ച് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം സത്യം പറഞ്ഞാൽ ഇതൊരു ഭംഗിക്കുറവാണ്. എന്നാലും പട്ടി കയറാതിരിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് യൂക്കാലിയുടെ ഓയിലാണ് കേട്ടോ. അപ്പോൾ യൂക്കാലിസിൻ്റെ ഓയിലും അതും അല്ലെങ്കിൽ നമ്മുടെ പുൽത്തൈലം, ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് പട്ടിക്ക് ഒട്ടും തന്നെ പിടിക്കില്ല. അപ്പോൾ ഇത് വെച്ച് തറ തുടയ്ക്കുന്നതും ഇത് സ്പ്രേ ചെയ്യുന്നതൊക്കെ പട്ടി അകറ്റി നിർത്താനും നന്നായിരിക്കും കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മളെ വീട്ടിലൊക്കെ മണ്ണെണ്ണ ഉണ്ടല്ലേ. അപ്പോൾ ഈ മണ്ണെണ്ണ കൊണ്ടാണ് മണ്ണെണ്ണ ഒരു പഞ്ഞിയിലോ അതും അല്ലെങ്കിൽ തുണിയിലോ ഒക്കെ മുക്കിയിട്ട് സ്റ്റെപ്പിൻ്റെ മൂലകളിലും അതേപോലെ തന്നെ ഈ സ്റ്റെപ്പിൻ്റെ അറ്റ ഭാഗങ്ങളൊക്കെ ഒന്ന് വച്ചു കൊടുക്കുന്നത് അകറ്റി നിർത്താൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലുമൊക്കെ ടിപ്പൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ തെളിവ് എൻ്റെ ഈ സിറ്റ് ഔട്ട് തന്നെയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് വെച്ച് അടച്ചു വെച്ചിരുന്ന സിറ്റ് ഔട്ട് ഇപ്പോൾ തുറന്ന് നല്ല വിശാലമായി തന്നെ ഇട്ടേക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓരോ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ പട്ടിശല്യമൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴത്തേക്ക് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.